MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അർജുൻ്റെ വീട്ടിലാണ് അനീഷ് ഉള്ളത്. അനീഷ്, കുടുംബാംഗങ്ങൾ, സഹോദരിയൊക്കെ പ്രതികരിച്ചു, അവർ നന്ദി പറയുന്നുണ്ട്. ഒപ്പം നിന്നതിൽ സ്നേഹമറിയിക്കുന്നു. ആ വലിയ ദുരിതപ്പുഴയിൽ നിൽക്കുമ്പോൾ പോലും, സങ്കടപ്പുഴയിൽ നിൽക്കുമ്പോൾ പോലും. എങ്ങനെയാണ് അനീഷ്, അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് എത്തുന്നു, നാട്ടുകാരൊക്കെ എന്താണ് പ്രതികരണങ്ങളൊക്കെ അവിടെ? എന്തോ ഈ സംസ്കാരത്തിനടക്കമുള്ള തയ്യാറെടുപ്പുകൾ ഇനിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. കാരണം DNA പരിശോധന നടത്തുന്ന ഒരു ഔദ്യോഗിക നടപടിക്രമമാണ്. അത് നടത്തിയ ശേഷം മാത്രം വിട്ടു നൽകാൻ മതിയെന്ന ഒരു നിലപാടിലേക്ക് കുടുംബം എത്തുകയായിരുന്നു. കാരണം ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായതോ മറ്റുള്ളതോ ആയ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പിന്നീട് ഒരു പ്രശ്നമായി മാറേണ്ടതില്ല. ഒപ്പം ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്ര അധികം ദിവസമായി കാണും. അതായത് അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി മാത്രമാകും മൃതദേഹം ലഭിക്കുക. എന്തായാലും നിലവിലെ കണക്കൂട്ടലിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ മൃതദേഹം കുടുംബത്തിന് വിട്ടുകിട്ടും എന്നാണ് കരുതുന്നത്. എന്തായാലും അതിന് അനുസൃതമായ തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിന് പിൻവശത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാവും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് കുടുംബം അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്നലെ ഈ ലോറി കിട്ടുകയും ലോറിക്കുള്ളിൽ അർജുൻ്റെ ഭൗതികാവശിഷ്ടം ഉണ്ടാവുകയും ചെയ്തപ്പോഴും വളരെ ദിവസങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷമാണെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ആഘാതത്തിലായിരുന്നു കുടുംബം. കാരണം ഈ തെരച്ചിലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉയരോടെയുള്ള അർജുനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. പിന്നീട് അത് ജീവനോടെ അല്ലെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അത് 1ഉം 2ഉം ഘട്ടങ്ങളിൽ തെരച്ചിൽ പിന്നിടുന്നു. പിന്നീട് 3ാം ഘട്ടത്തിൽ തെരച്ചിൽ ആരംഭിക്കുമ്പോഴും ഡ്രഡ്ജർ വെച്ചുള്ള തെരച്ചിൽ ഒരുപാട് ദിവസത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ ഭൗതിക അവശിഷ്ടം ഈ വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ആശ്വാസമാണ്, സമാധാനമാണ്. കാരണം എന്നേക്കുമായി കാണാതാവുന്ന ഒരാളെക്കുറിച്ചുള്ള വേദനയേക്കാൾ നല്ലതാണല്ലോ ഈ താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ വേദനയും. അത് ഒരുപക്ഷെ മുറിവുകൾ കാലം ഉണക്കുമെന്ന് കരുതാം. പക്ഷേ തിരിച്ചു കിട്ടാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഒരു വിവരങ്ങളും തെരച്ചിലിൽ ലഭിക്കാതെ വന്നാൽ അതൊരു തീരാവേദനയായി കുടുംബത്തിന് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് നേരത്തെ സഹോദരി അടക്കം പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും എല്ലാ മലയാളികളോടും ആ കുടുംബത്തിൻ്റെ നന്ദി പറഞ്ഞു. കാരണം സർക്കാരുകൾ, ജനപ്രതിനിധികൾ എന്നിവരെല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ ഇതിൽ ഇടപെട്ടു. ആഴങ്ങളിലേക്ക് നീങ്ങി അർജുനെ വീണ്ടെടുക്കാനായി തിരച്ചിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധരടക്കം എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളെയും കുടുംബം നന്ദി പറയുന്നു. എന്തായാലും ഇന്നലെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും വീട്ടിലെ നിന്നും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധം തളർന്ന അവസ്ഥയിലായിരുന്നു. ഇന്നാണ് സഹോദരി എത്തുകയും എല്ലാവർക്കും തങ്ങളുടെ നന്ദി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 ദിവസമെങ്കിലും എടുക്കും ചുരുങ്ങിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാവും റോഡ് മാർഗം തന്നെ ഈ ഭൗതികാവശിഷ്ടങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക. ഈ വീട്ടിലേക്ക് എത്തുന്നതനുസരിച്ചുള്ള സമയക്രമം നിശ്ചയിക്കുമ്പോഴാവും സംസ്കാരമടക്കമുള്ള സമയക്രമം കുടുംബം നിശ്ചയിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ബന്ധുക്കളും അടുത്തുള്ള ആളുകളുമൊക്കെയാണ് വീട്ടിലേക്ക് വരികയും ആ കുടുംബത്തിനൊരു ആശ്വാസമായി മാറുകയും ചെയ്യുന്നത്. ഈ കാണാതായ നാൾ മുതൽ, അതിൽ വാർത്തയായി പുറത്തേക്ക് വന്ന സമയം മുതൽ ഈ വീട്ടിലേക്ക് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തേക്ക് പ്രമുഖരായ ആളുകൾ എത്തുകയും ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ മുതൽ ഈ കുടുംബത്തിനെ കാണാനും അമ്മയ്ക്കൊരു ചെറിയ സാന്ത്വന വചനം നൽകാനുമൊക്കെ നിരവധി പേർ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ ആളുകളുടെ ഒരു വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മൃതശരീരം എത്തുന്ന സമയം സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭിച്ച ശേഷമാവും ആളുകൾ ഇവിടേക്ക് അധികമായി എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ഒരു മാനസികമായ ഒരു ആഘാതത്തിൽ തന്നെയാണ് കുടുംബം. പ്രതീക്ഷിക്കപ്പെട്ട വിവരമാണ് പുറത്തു വന്നതെങ്കിലും അർജുൻ ഇനി ജീവനോടെ ഇല്ല എന്നത് ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടപ്പോൾ അർജുൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ ഈ കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതെങ്കിലും തുരുത്തിലേക്ക് ഒഴുകിയെത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും അത്ഭുത കഥകൾ, അല്ലെങ്കിൽ രക്ഷപ്പെടലിൻ്റെ ഒരു മഹത്തായ കഥകൾ പറയാൻ അർജുൻ തിരിച്ചെത്തുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഓരോ ദിനവും ഉണ്ടായിരുന്നത്. അത് ദിനം പ്രതി കൊഴിയുകയും ഇപ്പോൾ ഒടുവിൽ ആ മൃതശരീരം കിട്ടിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് ഒരു ചെറിയ സാന്ത്വനം ഈ കുടുംബത്തിന് നൽകുന്നു. ഭൗതിക ശരീരം എത്തിച്ച് കർമ്മങ്ങൾ ചെയ്ത് മതാചാരപ്രകാരം അർജുനെ യാത്രയക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. എന്തായാലും ശിരൂരിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കും. ആ മുറയ്ക്ക് ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ കുടുംബം കൈക്കൊള്ളും. എൽദോ റൈറ്റ്. അർജുൻ്റെ വീടാണ് കാണുന്നത്. അർജുൻ്റെ വീട്ടിലേക്ക് അർജുനെ ഇനി മടക്കി എത്തിക്കുക എന്നുള്ളതാണ് ആ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടം.